ഈ കവചപ്രാശം കൊണ്ടുവന്ന അത് വെച്ച് ഞാനും എൻ്റെ വൈഫ് 2 പിള്ളേർ കഴിച്ചു. പിന്നെ എൻ്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു. അമ്മാവനോടും പറഞ്ഞു ഇത് കവചപ്രാശമാണ്, ഇതൊരു ലേഹ്യമാണ്, ഇതൊന്ന് കഴിക്ക്, പ്രതിരോധ ശക്തി കിട്ടും എന്നല്ല ഞാൻ അന്ന് പറഞ്ഞത്. ഇത് കഴിച്ച കൊറോണ വരാതിരിക്കും. എനിക്ക് കിട്ടിയ അറിവ് അതുപോലെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ പുള്ളി പറഞ്ഞു, എന്നെ പോലെ തന്നെ പുള്ളി പറഞ്ഞു, പിന്നെ ഇതൊന്നും കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും അങ്ങനെയൊന്നും കൊറോണ വരാതിരിക്കുക, ഈ രോഗം മുഴുവൻ കൊറോണ വരുന്നില്ലേ, അപ്പം നിങ്ങളൊക്കെ കൂടി ഡോക്ടർ ആയിക്കോ, എന്നിട്ട് കഴിച്ചോളാൻ പറഞ്ഞു. ഞാൻ കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഞങ്ങൾ ഇത് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം പുള്ളിക്ക് ഒരു ദിവസം രാവിലെ ഒരു പനിക്കോള് പോലെ വന്നു. അന്ന് രാവിലെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു. മക്കളൊക്കെ പുള്ളിയുടെ കൂടെ കട്ടിലേ കിടന്ന് വലിയ കഥ പറച്ചിലും പരിപാടിയൊക്കെ ആയിട്ട് കിടന്നിട്ട് ലാസ്റ്റ് വൈകുന്നേരമായ ഉച്ച കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്കൊരു പനിക്കോള് തോന്നുന്നുണ്ട്, ഞാനൊന്ന് പോയിട്ട് ടെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ പുള്ളിക്ക് കൊറോണ പോസിറ്റീവാണ്. ശരിക്കും അന്ന് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയായി. കാരണം കൊറോണയുടെ ഒരു ഭീകരാവസ്ഥയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് ആ ഒരു സമയം ഞങ്ങളെല്ലാം പേടിച്ച് ക്വാറന്റൈൻ എന്ന് പറഞ്ഞ അന്ന് ഒരു പരിപാടി ഉണ്ടല്ലോ, പെരയൊക്കെ അടച്ചിട്ട് വരയ്ക്കാതെ കയറിയിരിക്കുക. എൻ്റെ വീടിന്റെ പുറത്ത് അപ്പുറമായിട്ട് താമസിക്കുന്ന 2 അമ്മാവന്മാരുണ്ട്. അവരും ഞങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള സാധനമൊക്കെ വാങ്ങിച്ച് തിന്നെ കൊണ്ട് വെച്ചിട്ട് അവരും പോകും. അങ്ങനെ ഞങ്ങള് കഴിഞ്ഞു 9 ദിവസമായപ്പം അമ്മാവന് ഹാർട്ടിന് ഒരു ബുദ്ധിമുട്ട് തോന്നിയെന്നും പറഞ്ഞ് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. പക്ഷെ 15ാമത്തെ അദ്ദേഹം മരി. അത്രയും ദിവസത്തിന്റെ ഇടകൊണ്ട് ആള് മരിച്ചുപോയി. അപ്പൊ മരിച്ചു കഴിഞ്ഞപ്പം ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ നല്ല സങ്കടവും പേടിയും എല്ലാം ഉണ്ട്. കാരണം ഏതെങ്കിലും കാരണവശാല് ഇത് കൂടുവോ എന്നോർത്തു. പക്ഷെ ദൈവം സഹായിച്ച് ഈ ഞങ്ങൾ 4 പേർക്കും, അതുപോലെ പുള്ളി ഹോസ്പിറ്റലായിരുന്നപ്പോ പുള്ളിയെ നോക്കാനായിട്ട് എൻ്റെ വേറൊരു അമ്മാവന്റെ മകൻ പോയിരുന്നു. അദ്ദേഹത്തിനും ഞാൻ കവചപ്രാശം കൊടുത്തു വിട്ടു. ഈ ഞങ്ങൾക്ക് 5 പേർക്കും കുടുംബത്തിൽ വന്നില്ല. ഒരു കൊറോണയുടെ യാതൊരു വിധത്തിലുള്ള ഒരു ഇതും വന്നില്ല. എപ്പോ നോക്കിയാലും നെഗറ്റീവ് ആയിരുന്നു. അപ്പൊ നെഗറ്റീവ് ആയപ്പോ തന്നെ ഞങ്ങൾക്ക് വലിയ സങ്കടവും സന്തോഷവും ഉണ്ട്. കാരണം നമുക്ക് ഈ അസുഖം വരാതെ ഇരുന്നു, അതൊരു സന്തോഷം. പക്ഷെ ആളൊരാൾ മരിച്ചു പോയപ്പോ അതിന്റെ സങ്കടം വേറെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ കൊറോണയുടെ അടച്ചിടിയിലെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിന്റെ പുറത്തോട്ട് വീണ്ടും വണ്ടിയൊക്കെ പഠിപ്പിക്കാൻ ഇറങ്ങി കഴിഞ്ഞപ്പോ ഞാൻ എനിക്ക് തന്ന ആളോട് ചോദിച്ചു, എൻ്റെ വൈഫിന് സന്ധിവാതത്തിന്റെ പ്രശ്നം ഉണ്ടെന്നായിരുന്നു. നല്ല പ്രശ്നമായിട്ടിരിക്കുക. കാരണം 2 കാലും മുട്ടിന് ഭയങ്കര വേദനയും നീർക്കോളുമായിട്ട് ഞങ്ങൾ പല ഹോസ്പിറ്റലുകളിൽ പോയിട്ട് ഡോക്ടർ പറഞ്ഞു മുട്ട് മാറ്റി വെക്കാം, അല്ലാതെ ഒരു അറിവുള്ള എൻ്റെ ഒരു ഏറ്റവും അടുത്തൊരു സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡോക്ടർ ഞങ്ങളോട് നേരെ പറഞ്ഞു, എല്ലാരും കേൾക്കേണ്ട നമ്മുടെ ഒരു ഇംഗ്ലീഷ് മരുന്നിന്റെ തരുന്ന ഒരു ഡോക്ടർ പറഞ്ഞു, ഞങ്ങള് മുട്ടുവേദനയ്ക്കും സന്ധിവാദത്തിനൊക്കെ തരുന്ന ടാബ്ലറ്റ് വേദന സംഹാരികളാണ്. അത് കഴിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് കിഡ്നിക്ക് ദോഷം വരും. അപ്പം ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ട്, ഞങ്ങളെ അറിയാവുന്നതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നോക്കിക്കോ എന്ന് അന്ന് പറഞ്ഞിരുന്നു. ഇല്ലെങ്കിൽ നമുക്ക് മുട്ട് മാറ്റി വെക്കാം, മുട്ടിന്റെ ജോയിന്റെ ഭാഗം മാറ്റി വെക്കാം എന്ന് ഈ 2 ഓപ്ഷനാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഈ തന്ന ഗുളികകൾ അധികം കഴിക്കേണ്ടെന്നും പറഞ്ഞു. അപ്പൊ ഞങ്ങളിങ്ങനെ ആയുർവേദത്തിലൊക്കെ പോയിട്ട് കുറെ കഷായമൊക്കെ വാങ്ങിച്ച് കുടിച്ച് നോക്കിയൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ അകത്ത് എന്തെങ്കിലും ഈ മുട്ടുവേദനയ്ക്ക് സന്ധിവാദത്തിനുണ്ടോന്ന് ചോദിച്ചപ്പം എനിക്ക് ഒരു നോവേദന ജെല്ലും ചാമ്പി തൈലം. ഈ ചാമ്പി തൈലം എപ്പോഴും വായി വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഫേവറേറ്റ് സാധനമായിട്ടുണ്ട്. എന്ത് പറഞ്ഞാൽ ചാമ്പി തൈലം ആദ്യം വായി വരുള്ളൂ. അതാണ് ആദ്യം 2 തവണ ചാമ്പി തൈലം ഞാൻ പറയാൻ കാര്യം. അപ്പം ചാമ്പി തൈലവും നോവേദന ജെല്ലും ഒക്കെ തന്നു. അപ്പം അത് ഉപയോഗിച്ച് 2 ആഴ്ച ആയപ്പോഴത്തേനും പുള്ളിക്കാരിയുടെ വേദനയ്ക്ക് മാറ്റം വന്നപ്പം എനിക്ക് മനസ്സിലായി ഇത് പ്രോഡക്റ്റ് കൊള്ളാം, ആ പ്രോഡക്റ്റ് സൂപ്പറാന്ന് മനസ്സിലായ ഉടനെയാണ് ഞാന് എന്നെ ഇത് തന്ന വ്യക്തിയോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇതിൻ്റെ അകത്ത് കൂടുതൽ പ്രോഡക്റ്റുകൾ വാങ്ങിച്ച് ഉപയോഗിക്കണം. അപ്പൊ കൂടുതൽ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് പൈസ കുറച്ച് കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു എൻ്റെ അഡ്രസ്സും കാര്യമൊക്കെ കൊടുക്കുക, ഞാനൊരു കമ്പനിയിലെ ഒരു ID നമ്പർ ഉണ്ടാക്കി തരാം, അത് വെച്ച് പോയി വാങ്ങിച്ച് ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ID നമ്പറിൽ പോയിട്ട് ഞങ്ങൾക്ക് ആവശ്യമായ ഞങ്ങളുടെ വീട്ടിലേക്ക് ഉപയോഗിക്കേണ്ടതായ കുറെ പ്രോഡക്റ്റുകൾ അങ്ങ് വാങ്ങിച്ചു. 10,000 രൂപയ്ക്ക് 95 സഹിതമാണ് വാങ്ങിച്ചത്. ഈ 95 വാങ്ങിച്ചതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവര് പറഞ്ഞു 95 ക്ഷീണം മാറ്റും എന്നാണ് പറഞ്ഞത്. എനിക്ക് അത്രേ അറിയത്തുള്ളത്. അപ്പൊ ക്ഷീണം മാറ്റും എന്ന് പറഞ്ഞപ്പോ ഞാനും വിചാരിച്ചു പകല് മുഴുവൻ ഈ ഗ്രൗണ്ടിൽ കിടന്ന് ഓടി നമ്മള് 2 വീലറുകാരുടെയൊക്കെ പുറകെ കിടന്ന് ഓടി നല്ല ക്ഷീണമാണ്.
അപ്പോൾ ക്ഷീണം മാറും എന്ന് പറഞ്ഞപ്പം ഞാൻ എന്താണ് 95 വാങ്ങിച്ച് നമുക്കൊരു ദിവസത്തെ ഒരു ആൾക്കാരെ പഠിപ്പിക്കുന്ന പൈസ എടുത്ത് ഇതിന് മുറക്കിയാലും വേണ്ടില്ല, നമ്മുടെ ക്ഷീണം മാറുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ 95 സഹിതം വാങ്ങിച്ചു. അങ്ങനെ പേസ്റ്റ് വാങ്ങിച്ചു. നമുക്ക് ഇതിന് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിച്ചു. അതാണ് ആദ്യം ചെയ്തത്. ആ പ്രോഡക്റ്റില് ഈ 95 എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മുടെ വൈഫ് ഈ ചാമ്പി തൈലവും നോവേന ജെല്ലും അതിന്റെ കൂടെ ഒരു നോവേദന ക്യാപ്സ്യൂളും കൂടി കഴിക്കാൻ പറഞ്ഞു, നാൽസ്യം കഴിക്കാൻ പറഞ്ഞു. ഇത്രയും സാധനം കഴിച്ചപ്പം ഒരു മാസം ആയപ്പോഴത്തേനും പുള്ളിക്കാരിയുടെ വേദനയും പ്രശ്നങ്ങളെല്ലാം അങ്ങ് മാറി. ആ നീർക്കോളും വിഷയങ്ങളും കുറെ കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ 95 കഴിക്കുന്നുണ്ട്. അന്നേരം ഞങ്ങളുടെ ക്ഷീണം മാറുന്നു, അതിനൊപ്പം തന്നെ ഞങ്ങളുടെ അവളുടെ കാലിന്റെ പ്രശ്നം മാറി. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്റെ 42ാമത്തെ വയസ്സില് ഞാന് ഇപ്പൊ കർക്കിടകം 3ാമത്തെ ഞായറാഴ്ച അതിന്റെ 15ാമത്തെ ആണ്ട് വരുവാണ്. അതായത് എനിക്ക് അപകടം ഉണ്ടായതിന്റെ 15ാമത്തെ ആണ്ട് വരുവാണ്. കാരണം നിങ്ങളെ വേണമെങ്കിൽ ഞാൻ ഇന്നുവരെ കാണിക്കാൻ പറ്റിയില്ല, കാണിച്ചു തരാം. എന്റെ കയ്യിലെ ഇവിടെ നോക്കിയാൽ മതി, ഒരു ചെറിയൊരു മുറിവുണ്ട്. ഇതുകൊണ്ടാ ഒരു ചുണ്ടൻ വെള്ളം വെട്ടിയിട്ടേക്കുന്ന പോലെ കാണുന്ന 42 സ്റ്റിച്ചിന്റെ ഒരു മുറിവുണ്ട്. അതിൻ്റെ അകത്ത് എന്റെ സകലമാന ഞരമ്പുകളും ഒരു ഗ്ലാസ് കൊണ്ട് മുറിഞ്ഞതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ഈ പെരുവിരലില് ഇതിനൊക്കെ സ്വാധീനക്കുറവുണ്ട്. അപ്പം ഇപ്പോഴും കൈയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എന്നാലും ഈ ഒരു വിരൽ ഇങ്ങനെ അകന്നേ ഇരിക്കുള്ളൂ, അന്ന് ഇങ്ങനെ ഇരിക്കുള്ളൂ, ഇത് താഴോട്ട് വരില്ല. അപ്പം ഇങ്ങനെ കൈക്ക് ഞൊട്ടയൊന്നും കേൾക്കുകയില്ല. ഭയങ്കര ഒരു മരവിച്ച് നമ്മുടെ ഞരമ്പെല്ലാം നെർവ് സിസ്റ്റം എല്ലാം മരവിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലിരിക്കുന്ന കാലത്താണ് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ 95 കഴിച്ചപ്പോൾ നല്ലതാണെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. വീണ്ടും 10,000 രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിച്ച് നമ്മൾ പ്രോഡക്റ്റ് വീണ്ടും വാങ്ങിച്ചപ്പോൾ 95 നമ്മൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയപ്പം ഒരു ദിവസം ഞാൻ ചുമ്മാ ഇരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഞൊട്ട വീണു ഈ വിരലിന്റെ തുമ്പത്ത്. ആ ഞൊട്ട കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കൈയുടെ തുമ്പത്തോട്ട് ഓക്സിജന്റെ അളവ് വന്നിട്ടുണ്ട്. പണ്ടിങ്ങനെ പറയും ഓക്സിജന്റെ അളവ് വരുമ്പോൾ ഞൊട്ട കേൾക്കുള്ളൂ എന്ന് പറയും. അങ്ങനെ ഓക്സിജന്റെ അളവ് വന്നു തുടങ്ങിയത് മനസ്സിലായതോടുകൂടി ഞാൻ അതിന്റെ ഒരു സ്ഥിരം ഉപയോക്താവായി. അങ്ങനെ ഞാൻ കഴിച്ചു തുടങ്ങിയപ്പം ഇന്നിപ്പം ഈ വിരളൊക്കെ ചുരുളും. ഇതപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്നാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ പവറാണ് കാണിച്ചു തരുന്നത്. എനിക്ക് വിരൽ നോർക്കാൻ വരാത്ത എൻ്റെ കൈയൊക്കെ നല്ല ഭംഗിയായിട്ട് ചുരുളാൻ പറ്റുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ച് 12 വർഷം മുമ്പ് സംഭവിച്ച ഒരു കാര്യത്തിന് 12 വർഷം കഴിഞ്ഞിട്ട് ഒരു ലോകത്തിലെ ഏറ്റവും നമ്പർ 1 പ്രോഡക്റ്റ് ആയ 95 ഉപയോഗിച്ചപ്പോൾ എൻ്റെ കൈക്ക് മാറ്റം വന്നപ്പോൾ ഇന്ന് ശിവകുട് സാറിനൊക്കെ നന്നായിട്ട് അറിയാം. കാരണം ഞാൻ ആദ്യം ചോറുണ്ടെന്നൊക്കെ സാറ് കാണുമ്പോൾ ഞാൻ വായിലോട്ട് പൊത്തുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് കൈക്കകത്ത് ചോറെടുത്താൽ ഊർന്നു പോകും, നിൽക്കുകയല്ല കൈക്കകത്ത്. ഇപ്പൊ അങ്ങനെ ആ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മുടെ 95 ഉപയോഗിച്ചപ്പോൾ തന്നെ അങ്ങനെ ഒരു വലിയ ഗുണം കിട്ടി. അതുപോലെ തൈറോയിഡ് പ്രശ്നം ഉണ്ടായിരുന്നു. തൈറോയിഡിന് നമ്മുടെ തൈ ഹെൽത്ത്, അതുപോലെ ബ്ലഡ് പ്യൂരിഫയർ, ആ പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പം ഈ തൈറോയിഡിന്റെ പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇപ്പൊ ടാബ്ലറ്റ് ഒന്നും ഇല്ലാതെ തന്നെ നോർമലി പുള്ളിക്കാരിക്ക് തൈറോയിഡ് ഗ്രന്ഥി വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്വാഭാവികമായിട്ടും നമ്മൾ എപ്പോഴും നമ്മുടെ എനിക്ക് കഥപ്പുണ്ടായിരുന്നു നടക്കുമ്പോൾ, പുള്ളിക്കാരിക്കൊക്കെ കഥപ്പുണ്ടായിരുന്നു നടക്കുമ്പോൾ, ഞങ്ങള് വെൽഹാർട്ട് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പം സ്ഥിരമായിട്ട് വെൽഹാർട്ട് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞപ്പം ഇപ്പൊ കഥപ്പാട്ടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഞാനും കൊച്ചുങ്ങും ഒക്കെ ഒരു ട്രക്കിങ്ങിന് പോയപ്പോൾ 5 മലകൾ കയറി ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ ഹൃദയം നേരെയായിട്ടുണ്ട്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ സാറേ? ഹലോ, പറഞ്ഞോളൂ. വേറെ ശബ്ദം കയറുന്ന കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനെയുള്ള ഓരോ പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ നമുക്ക് ശരീരത്തിന് നല്ല ഗുണം കിട്ടി തുടങ്ങി കഴിഞ്ഞപ്പം നമ്മൾ പുറത്തുള്ള ആൾക്കാരോട് ഇത് പറയാൻ തയ്യാറായി. അങ്ങനെ ഒരു എൻ്റെ ഒരു സഹോദരനാണ് തിരുവനന്തപുരത്തുള്ള സായി സാർ എന്ന് പറയും, നമ്മുടെ മീറ്റിങ്ങിലൊക്കെ കയറാറുള്ളതാണ്. അദ്ദേഹത്തിന് ഇതുപോലെ ഹൃദയത്തിന് ഭയങ്കര ഇടിപ്പ് കൂടുതലും കഥപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, സാർ ഒരു കാര്യം സാറ് നമ്മുടെ വെൽഹാർട്ടും ഒക്കെ ഒന്ന് ഉപയോഗിക്കാൻ പറഞ്ഞു. സാറും ഉപയോഗിച്ചു. വെൽഹാർട്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ ആ കഥപ്പെല്ലാം മാറി. പുള്ളിക്ക് ഇപ്പൊ ആ പ്രശ്നമില്ല. പുള്ളിയും വളരെ കൃത്യമായിട്ട് പ്രോഡക്റ്റ് ഉപയോഗിച്ച് പുള്ളി ഇപ്പൊ TC ലീഡറാണ്, നമ്മുടെ മീറ്റിങ്ങിലൊക്കെ കയറാറുള്ള ആളുമാണ്. പിന്നെ എൻ്റെ മോന് കൊച്ചിലെ ഒരു അലർജി പ്രശ്നം ഉണ്ടായിരുന്നു. അവനെപ്പോഴും
മണ്ണിൽ എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അന്നേരം അവന്റെ കൈയുടെ ഈ സൈഡിലായിട്ട് മടക്കിലൊക്കെ ഇങ്ങനെ വട്ടത്തില് ഒരു ചൊറിഞ്ഞ് പെട്ടെന്ന് അങ്ങ് പൊങ്ങും. ആ ചൊറിഞ്ഞ് പൊങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് പോയില്ല. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരു സൈസ് അലർജിയാണ്, ഇത് മാറിയല്ലോ, ഒരിക്കലും മാറിയല്ലോ, മണ്ണിൽ തൊട്ട അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അങ്ങേര് പറഞ്ഞപ്പോ നമ്മുടെ വൂണ്ട് ഹീലിംഗ് ക്രീം എന്ന് പറഞ്ഞ സാധനം ഇത് വന്നപ്പോ ചുമ്മാ ഒന്ന് പെരട്ടിയതാണ്. പക്ഷെ ആ വൂണ്ട് ഹീലിംഗ് ക്രീം പെരട്ടിയതിന് ശേഷം നമുക്ക് ഈ ഒരു പ്രശ്നം പുള്ളിക്ക് ഇല്ല. ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഇതെല്ലാം കൃത്യമായിട്ട് അങ്ങ് മാറി. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി മോനെ അങ്ങനത്തെ പ്രശ്നമില്ല. പിന്നെ അവനെ സംബന്ധിച്ച് അവന് വന്ന പ്രശ്നം എന്ന് പറയുന്നത് അവനൊരു മൈഗ്രെയിന്റെ പ്രശ്നം വന്നു. അപ്പം ഇവനെ ക്ലാസ്സിൽ പോയി ആദ്യകാലത്തൊക്കെ ഇവന് കണ്ണിന് വേദന എടുക്കുന്നു എന്ന് മാത്രം പറയുന്നത്. കണ്ണിന് വേദന എടുക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ അവനൊന്ന് ഛർദ്ദിക്കും, അത് കഴിഞ്ഞ് കിടന്നുറങ്ങും, അത് കഴിയുമ്പോൾ ഇതങ്ങ് മാറും. ആദ്യകാലത്തൊന്നും ഇത് വല്ലപ്പോഴും ഒക്കെ ഒരു ദിവസം വരുള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോ പിന്നെ ആയപ്പം ഇത് സ്ഥിരമായിട്ട് വന്നു തുടങ്ങി. അപ്പൊ ഇവനെ സംബന്ധിച്ച് ഇവനൊരു ദിവസം സ്കൂളില് സാർ എന്നെ വിളിച്ചു പറഞ്ഞു ഇവനിങ്ങനെ തലവേദന വന്നു, ഛർദ്ദിച്ചു, അത് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുവാണ്, അത് കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയി. അത് കഴിഞ്ഞപ്പം ഇവനെ കൊണ്ടുപോയി ഞാനൊരു കണ്ണിന്റെ ആശുപത്രി കാണിച്ചത്. എന്താണെന്ന് അറിയാലോ എന്ന് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ അവര് പറഞ്ഞു ഇത് ഒരു മൈഗ്രെയിന്റെ പ്രശ്നമാണ്, അവന്റെ കണ്ണിന് റെറ്റിനയ്ക്കോ അങ്ങനെ ഉള്ള കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല, ഇതൊരു മൈഗ്രെയിന്റെ പ്രശ്നമാണ്, ഇവനൊരു ഗ്ലാസ് വെക്കണം എന്ന് പറഞ്ഞു. അപ്പം ആദ്യത്തെ ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസം വൈഫാണ് പോയപ്പോ അപ്പൊ പുള്ളിക്കാരി ഗ്ലാസിനൊക്കെ എഴുതി കൊടുത്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു ഗ്ലാസിന്റെ പവർ കണ്ടപ്പോ 1.5 ആണ് ഗ്ലാസിന്റെ പവർ പറഞ്ഞിരിക്കുന്നത്. ഈ 1.5ന്റെ റെറ്റിനയ്ക്കും കണ്ണിനും ഒന്നും ഒരു കുഴപ്പമില്ലാത്ത പയ്യന് ഈ കണ്ണിന് ഈ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നീട് ഇവന് ഇതിന്റെ പവർ മാറ്റി കൊടുക്കണ്ടേ എന്ന് ഞാൻ ഡോക്ടറോട് ചോദിക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം പോയപ്പോ ചോദിച്ചു കഴിഞ്ഞപ്പോ വേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യണ്ട, കണ്ണാടിയുടെ കാശ് ഇപ്പൊ കോട്ടയം വാങ്ങിക്കണ്ട, നമ്മുടെ കൃത്യമായിട്ട് നമ്മൾ 95 അവന് കൊടുത്തു, ചാമ്പി തൈലം നിറയെ വെച്ചു, അങ്ങനെ ആ വെച്ച് കൃത്യമായിട്ടൊന്ന് ഒരു 2 മാസം നോക്കിയപ്പം ആ പ്രശ്നം അങ്ങ് മാറി. ഇതുവരെ ഇപ്പൊ 2 വർഷമായി, ഇപ്പൊ അവന് യാതൊരു കുഴപ്പവുമില്ല. ഇപ്പൊ ചാമ്പി തൈലം എന്ന് പറയുന്നത് ഒരു മാജിക്കൽ ഓയിലാണെന്നുള്ളത് പല വിധത്തില് സന്ധിവാതത്തിനാണെങ്കിലും നമ്മുടെ നടുവിന് പ്രശ്നം ഉണ്ടായിരുന്നു, നടുവിന്റെ ഇതിന് മാറി. ഇപ്പൊ ഒത്തിരി പ്രോഡക്റ്റ് ചാമ്പി തൈലൊക്കെ നമ്മൾ ഒത്തിരി ആൾക്കാർക്ക് കൊടുത്തു തുടങ്ങി. അതുപോലെ തന്നെ നമുക്ക് അഗ്രോയുടെ പ്രോഡക്റ്റ് എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് കൃഷിയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ കപ്പ നട്ടപ്പം കപ്പയ്ക്ക് ഒന്ന് ആദ്യം പരീക്ഷിക്കാന്ന് വെച്ച് കപ്പയ്ക്ക് പരീക്ഷിച്ചു, നമ്മുടെ ഭൂവസ്ത്രയും ഗ്രോമാജിക്കും ഒക്കെ കപ്പയ്ക്ക് ഒന്ന് പരീക്ഷിച്ചു. കപ്പയ്ക്ക് പരീക്ഷിച്ചു കഴിഞ്ഞപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ പടമിട്ടുണ്ട്, ഒരു മൂട് ഒരു 23 കിലോ ഒക്കെ ഉള്ള ആവറേജ് മൂടുകൾ എനിക്ക് പലതവണ കിട്ടി. പല കപ്പ പറിച്ചപ്പോഴും 15 കിലോ തൊട്ട് മേളിലോട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ തവണ വലിയ വളങ്ങളൊന്നും ഇടാതെ, അതായത് ഒരു വളവും ഇല്ല, ആ നേരത്തെ ചാണകപ്പൊടിയൊക്കെ ഇട്ടായിരുന്നു നട്ടെങ്കിൽ ഇപ്രാവശ്യം വലിയ വളമൊന്നും ഇടാൻ പറ്റിയില്ല. കുറച്ച് താമസിച്ചു പോയതുകൊണ്ട് ഞാൻ ഈ ഗോസ്ത്രയൊക്കെ ഇടാനുള്ളതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഒരു മൂട ഒരു 7 കിലോ 8 കിലോ വരെയൊക്കെ കപ്പ നല്ലത് കിട്ടി. പിന്നെ നമുക്ക് ഒത്തിരി കായ്ക്കാതെ നിന്ന തെങ്ങുകളുണ്ടായിരുന്നു വീട്ടില്. അപ്പൊ ആ തെങ്ങുകളൊക്കെ ഞാൻ ഗ്രോമാജിക്ക് ഭൂവസ്ത്ര ഒക്കെ ചോട്ടിലിട്ട് കൊടുത്തു. ഈ ചെല്ലി കുത്തുന്ന സ്വഭാവം, ഇത് ചോട്ടിലിട്ട് കൊടുത്താൽ ചെല്ലി കുത്തിയായിരുന്നുള്ളത്, ചെല്ലി കുത്താൻ വന്നാൽ അത് ഒന്ന് കുത്തി നോക്കിയിട്ട് വിട്ടു പോകുമായത്. എന്റെ അയലോക്കത്തുള്ള പല തെങ്ങും മറിച്ച് കളഞ്ഞപ്പം എന്റെ തെങ്ങുകളെല്ലാം ഇവിടെ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. 20 അടി പൊക്കമുള്ള തെങ്ങ്, കായ്ക്കാതെ നിന്ന തെങ്ങയിലൊക്കെ ഇപ്പൊ നിറച്ച് തേങ്ങ ഉണ്ട്. അതൊക്കെ സാറൊക്കെ വരുമ്പോ കാണുന്നതാണ്. അപ്പം തെങ്ങിന് അങ്ങനെ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നാരകം ഉണ്ട്, നാരകം ഇപ്പൊ നിറച്ച് കായ്ച്ചു കിടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ നാരങ്ങ ഉണ്ടാകുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മുടെ അഗ്രോ പ്രോഡക്റ്റ് ഏറ്റവും മഹത്തരമായ പ്രോഡക്റ്റ് ആണ്. അതുപോലെ ഇപ്രാവശ്യം കോവല് 2 തണ്ട് കൊണ്ട് നിട്ടതാണ്. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ MIVറും സിട്രേറ്റ് കൂടെയൊക്കെ ശകലം മിക്സ് ചെയ്തൊക്കെ അടിച്ചു കഴിഞ്ഞപ്പം ഈ പുഴുക്കൂത്തോ ഈച്ചയോ ഒരു സാധനവും ഇല്ല. പക്ഷെ നമ്മൾ അതിന്റെ ചുവട്ടിലും ഗ്രോമാജിക്ക് ഭൂവസ്ത്രം ഇട്ട് കൊടുത്തപ്പം ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഗ്രോമാജിക്കും ഭൂവസ്ത്രയും കൂടി മിക്സ് ചെയ്തിട്ട് കുറേശ്ശെയാണ് ഇട്ട് കൊടുക്കുന്നത്. കാ പറിച്ച് നമുക്ക് നാട്ടില് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും കൊടുക്കുന്നത് നമുക്ക് മിച്ചമാകും. അതുപോലെ അന്നേരം വരുമ്പം ഇവിടെ ആരെങ്കിലും ലീഡേഴ്സോ ആരെങ്കിലും വരുമ്പോൾ അവർക്കൊക്കെ പൊതിഞ്ഞ് കെട്ടി നമ്മൾ കൊടുത്തു വിടും കുറേശ്ശെ. അത്രയും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാനുള്ള സാധനങ്ങൾക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക എല്ലാവരും. അത് ഭയങ്കര ഗുണം കിട്ടുന്ന സാധനം ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ അനേകം റിസൾട്ടുകളുണ്ട്. എന്നെ സംബന്ധിച്ച് ഇന്ന് ഞാൻ ഒത്തിരി നേരം റിസൾട്ട് പറഞ്ഞിരിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് നമ്മള്
ഞാൻ പറഞ്ഞ 35 വർഷമായിട്ട് ഡ്രൈവിംഗ് മേഖലയിൽ ആ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നതാണ്. ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ദിവസമാണ്. അപ്പൊ രാവിലെ പോകണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒന്ന് വിളിക്കണം. ഞാൻ കുറച്ച് റിസൾട്ടുകൾ പറഞ്ഞിട്ട് കൊള്ളാം എന്ന് പറഞ്ഞ് സാറിനെ ആദ്യം തന്നെ വിളിപ്പിച്ചത്. ഏതായാലും ഈ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തു, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബിസിനസിന്റെ അവസരത്തിലേക്ക് വരുന്നത്. സുമേഷ് സാർ എനിക്ക് ഈ അവസരം പറഞ്ഞു തന്നപ്പം ഇതിൻ്റെ അകത്ത് വളരെ ഒരു നല്ല അവസരമുണ്ട്. സാറ് പറഞ്ഞ സാറിന്റെ വാക്കിനെ ഞാൻ വിശ്വസിച്ചു. അതുപോലെ ശിവൻകുട്ടി സാറിന്റെ വാക്കുകൾ വിശ്വസിച്ചു, റോയ് സാറിന്റെ വാക്കുകൾ വിശ്വസിച്ചപ്പോൾ എനിക്ക് നല്ല ടീമുണ്ടായി. ഞാൻ ഇപ്പം STC നിന്ന് RTCയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കുക, ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നുള്ളതിൻ്റെ അത് യാതൊരു സംശയമില്ല. എല്ലാവർക്കും വലിയ ഗുണങ്ങൾ കിട്ടാം. പിന്നെ ഒരു ഒരെണ്ണം പറയും, പ്രൈവി വാഷ് എന്ന് പറഞ്ഞ സാധനം നമ്മളെല്ലാവർക്കും അത് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഉപയോഗം പറയുന്നത് സ്ത്രീകൾക്ക് പാടൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ എച്ചിങ്ങിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അനീഷ് സാറ് ഒരു റിസൾട്ട് പറഞ്ഞതിന് ശേഷം ഞാൻ ഈ വാഹനത്തിൽ എപ്പോഴും ഇരുന്നിരുന്ന് എൻ്റെ സൈഡിലൊക്കെ ചൊറിഞ്ഞിട്ട് ഇങ്ങനെ അലർജി പോലെ ഉണ്ടായി പൊട്ടിയപ്പം ഞാൻ ആദ്യം നമ്മുടെ വൂണ്ട് ഹീലിംഗ് ആണ് ആദ്യം തേച്ച് നോക്കിയത്. പക്ഷെ വൂണ്ട് ഹീൽ തേക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് പ്രിവി വാഷിന് നമ്മൾ അവിടെ ആ ഏരിയ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പം പെട്ടെന്ന് ഉണങ്ങിപ്പോയി. അതായത് ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ പെട്ടെന്ന് പ്രൈവി വാഷ് ഭയങ്കര റിസൾട്ടാണ്. അത് നമ്മൾ ഈ കയ്യിൽ റൗണ്ട് ആയിട്ട് കുത്തി വരുന്ന ഒരു ഫംഗൽ ഉണ്ട്. ഒത്തിരി ആൾക്കാർ ഡോക്ടറെ അടുത്ത് നിന്ന് മരുന്ന് വാങ്ങിയത്. പക്ഷെ നമ്മൾ പ്രിവി വാഷ് കൊണ്ട് അത് ഒന്ന് വാഷ് ചെയ്ത് നോക്കുക, അത് ഭയങ്കര റിസൾട്ട് ഉള്ള ഒരു സാധനമാണ്. അതുപോലെ അനേക റിസൾട്ടുകളുണ്ട്. ഇനി അതുപോലെ എനിക്കൊരു കാര്യം കൂടി പറയാം. എൻ്റെ മോള് പുറത്ത് ഇപ്പൊ ജോലി പഠിക്കാൻ പോയിരിക്കുന്നു. അവളെ ചെറിയ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവളെ സംബന്ധിച്ച് അവൾക്ക് ഒട്ടും സമയമില്ല. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടുന്ന് എപ്പോഴും സ്പൈറലിന് ആണ് നമ്മൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. പുള്ളി രാവിലെ ഒരു സ്പൈറിനെ, വൈകുന്നേരം ഒരു സ്പൈറിനെ കഴിക്കും. പക്ഷെ യാതൊരുവിധ ക്ഷീണമോ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഇല്ല. പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം കൊടുത്തു വിട്ടു. ഒരു 4-4.5 കിലോ പ്രോഡക്റ്റ് ഞാൻ അവൾക്ക് കൊടുത്തു വിട്ടായിരുന്നു. അവൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് അവിടെ സുഖമായിട്ട് ജീവിക്കുന്നത്. അവളും ഒരു TC ലീഡറാണ്. അപ്പൊ എല്ലാവരും ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യുക. ഇത് നല്ല ഒരു ഈ അവസരം നന്നായിട്ട് വിനിയോഗിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച ശിവൻകുട്ടി സാറിന് ഏറെ സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ ലീഡേഴ്സും സി സാറിനും അനിമാഷനും ഒക്കെ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും എന്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സാറേ. താങ്ക് യു. താങ്ക് യു ഉണ്ണികൃഷ്ണൻ സാർ. ഒരുപാട് അനുഭവങ്ങളും ഒക്കെ ഉള്ളൊരു വ്യക്തിത്വമാണ്. തീർച്ചയായിട്ടും സാറിന്റെ വാക്കുകൾ ഞങ്ങൾക്കെല്ലാം പ്രയോജനപ്രദമായി. സാറിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. നമുക്ക് അടുത്ത ഒരാളിലേക്ക് കിടക്കാം. അതേപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങളുമായിട്ട് നല്ല ടീമും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അനീഷ് കൃഷ്ണമംഗലം സാറിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അനീഷ്.